ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇന്നലെ സംസാരിച്ചപ്പോൾ ഒരു കാര്യമില്ലാതെ പറഞ്ഞു, ധവളപത്രം എന്ന് പറയുന്ന ഉമ്മാക്കി കാണിച്ച് ഭയപ്പെടുത്തേണ്ടതാണ്. സാർ, ഞാൻ അങ്ങയോട് വളരെ വിനയത്തോടു കൂടി പറയുന്നു, സാർ, ഈ ധവളപത്രം ഉമ്മാക്കിയല്ല, നിങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുന്ന കണ്ണാടിയാണ്. 10 കൊല്ലക്കാലത്തെ സാമ്പത്തിക മിസ്മാനേജ്മെന്റിന്റെ കൂടി കണ്ണാടിയാണ്. അത് ഉമ്മാക്കിയല്ല. ഞങ്ങൾ ആരെയും ഉമ്മാക്കി കാണിച്ച് ഭയപ്പെടുത്തില്ല. കണ്ണാടിയാണ്. ആ കണ്ണാടിയിലേക്കൊന്ന് നോക്കണം സാർ, എന്നിട്ട് പുറകിലേക്കൊന്ന് സഞ്ചരിക്കണം. ഞാൻ ഇത് ടേബിളിൽ വെച്ച വൈറ്റ് പേപ്പർ ആയതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല സാർ, ഞാൻ വിശദാംശങ്ങൾ പറയുന്നില്ല. ഇതിനകത്ത് എല്ലാ കണക്കുകളുണ്ട്, എല്ലാ കണക്കുകളും. സാറ് പറഞ്ഞു, അങ്ങ് പറഞ്ഞു ഫാക്ട് ചെക്ക് ചെയ്തിട്ടുണ്ടോ എന്ന്. സാർ, ഫാക്ട് ചെക്ക് ചെയ്തിട്ടുണ്ട്. ACS ഫിനാൻസ് ആണ് ഈ കമ്മിറ്റിയുടെ കൺവീനർ. ഞങ്ങൾക്ക് ഇന്നലെയാണ് റിപ്പോർട്ട് കിട്ടിയതെന്ന് അങ്ങേക്ക് എങ്ങനെ അറിയാം? ഞങ്ങൾ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് ഒരാഴ്ചക്ക് മുമ്പ് തയ്യാറാക്കിയതാണ്. ഞാൻ ആ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന്റെ 5 യോഗങ്ങളിൽ 2-3 മണിക്കൂർ പങ്കെടുത്ത ആളാണ്. എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടിട്ടുള്ള ആളാണ്. അതിന്റെ ഫ്രെയിം, ധനകാര്യ വകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന ആളെന്നുള്ള നിലയിൽ അതിന്റെ ചാപ്റ്റർ ഫ്രെയിം ചെയ്യുന്ന കാര്യത്തിൽ, അതിന്റെ വൈറ്റ് പേപ്പറിന്റെ ഫ്രെയിം ചെയ്യുന്ന കാര്യത്തിൽ, അതിന്റെ ഫാക്ട് ചെക്ക് ചെയ്യാനുള്ള സംവിധാനം, എല്ലാ ഫാക്ടും, ഇതിനകത്തുള്ള എല്ലാ കണക്കുകളും അത് കൗണ്ടർ ചെക്ക് ചെയ്തിട്ടാണ് സർ ഇവിടെ അവതരിപ്പിക്കുന്നത്. അപ്പൊ അത് അങ്ങ് പറഞ്ഞത് നല്ല ചോദ്യമാണ്. ഫാക്ട് ചെക്ക് ചെയ്യണം. ഫാക്ട് ചെക്ക് ചെയ്തപ്പോൾ പുറത്തു വന്ന കുറെ കൗശലങ്ങളുണ്ട് ഇതിനകത്ത്. ആളുകളെ കബളിപ്പിക്കുന്ന കൗശലങ്ങളുടെ ചില കണക്കുകൾ കൂടിയുണ്ട്. ഒരു ഗവൺമെന്റ്, ആ ഗവൺമെന്റിന്റെ മുന്നിലുള്ള പ്രതിസന്ധികൾ, ഇപ്പൊ പറഞ്ഞു ധനപ്രതിസന്ധി, ആ ധനപ്രതിസന്ധി ഉണ്ട്. ഇപ്പൊ ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ ഗവൺമെന്റ് കൊടുക്കേണ്ട പണത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഇവിടെയുള്ള പ്രചരണം എന്താ? 6000 കോടി രൂപ ട്രഷറിയിൽ ബാക്കി വെച്ചിട്ടുണ്ട്. സർ, ട്രഷറിയിൽ പൈസ വരും, പല രീതിയിൽ വരും. ഇത് IGST ഗ്രാന്റിന്റെ പൈസ വന്നു ലാസ്റ്റ് ആയപ്പോഴേക്കും. വേറെ ചില കേന്ദ്ര ഗവൺമെന്റിന്റെ ഗ്രാന്റ് വന്നു. സർ, മെയ് 16-ാം തീയതി നമ്മൾ എന്നാണ് അധികാരത്തിലേറ്റെടുക്കുന്നത്? അതിനുശേഷമാണ് 18-ആണ്. മെയ് 16-ാം തീയതി 6000 കോടി ഉണ്ടോ? 2000 കോടി രൂപയുള്ളൂ. അപ്പൊ ബാക്കി വെച്ചിട്ടാണ് പോകുന്നതെന്ന് ഈ പാവപ്പെട്ട ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. പാവപ്പെട്ട ജനങ്ങളെ. ഇവിടെ ഇരിക്കുന്ന ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റിൽ ഒരു സ്റ്റാഫിന് 50,000 രൂപ സാലറി ഉണ്ടെന്ന് സങ്കല്പിക്കുക. 50,000 രൂപ കൂടുതലുണ്ടെന്ന് എനിക്കറിയാം. 50,000 രൂപ. ആൾക്ക് 25,000 രൂപ പലചരക്കടയിൽ കൊടുക്കണം ശമ്പളം കിട്ടുമ്പോൾ. പുള്ളി പലചരക്കടയിൽ കൊടുക്കുന്നില്ല, അത് പോക്കറ്റിൽ വെക്കുന്നു. പാല് മേടിച്ച കാശ് കൊടുക്കുന്നില്ല. 1-ാം തീയതി ആകുമ്പോൾ പാലുകാരൻ വരുമ്പോൾ കൊടുത്തില്ല. പത്രക്കാരന്റെ കാശ് കൊടുക്കുന്നില്ല. മനസ്സിലായ? ആർക്കും കൊടുക്കുന്നില്ല. ആ ഇറച്ചിയും മീനും മേടിച്ച സ്ഥലത്ത് അവർക്ക് പോലും പൈസ കൊടുക്കുന്നില്ല. എന്നിട്ട് ഇദ്ദേഹം പറയാണ്, എന്റെ പോക്കറ്റിൽ 50,000 രൂപ ബാക്കിയുണ്ട്. നിങ്ങളുടെ കയ്യിൽ 6,000 കോടി രൂപ ബാക്കി ഉണ്ടായിരുന്നുവെങ്കിൽ LSCD മിനിസ്റ്റർ ഇവിടെ ഇരിക്കുന്നു, ലോക്കൽ ബോഡിയുടെ 3-ാം ഗഡു നിങ്ങൾ എന്തുകൊണ്ട് കൊടുത്തില്ല? 1982 കോടി രൂപ നിങ്ങൾ എന്തുകൊണ്ട് കൊടുത്തില്ല? പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ കൊടുക്കാനുള്ള പണം എത്രയാണെന്നറിയാമോ? 377 കോടി രൂപ. 6,000 കോടി രൂപ ബാക്കി ട്രഷറിയിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പാവങ്ങൾ കുട്ടികൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് കൊടുക്കണ്ടേ? ആ 377 കോടി രൂപ കൊടുത്തോ? നിങ്ങൾ കൊടുത്തോ? 21,000 കോടി രൂപ ജീവനക്കാർക്ക് DA അരിയസ് വെച്ചിട്ടാണ് സർക്കാർ ഇറങ്ങുന്നത്. അത് കൊടുത്തില്ലല്ലോ. എന്നാ 6,000 കോടി ബാക്കിയുണ്ട്. ഒരു അരിയസ് കൊടുത്തേക്കാം, തീരുമാനിച്ചില്ലല്ലോ. പെൻഷനർമാർക്ക് 14,387 കോടി രൂപയുടെ അരിയസ് ഉണ്ട്. കൊടുത്തോ? കൊടുത്തിട്ടില്ലല്ലോ. ഞാനിനി അതും പോട്ടെ, അതെല്ലാം പോട്ടെ, ആ സപ്ലൈകോയ്ക്ക് കൊടുക്കാനുണ്ടല്ലോ ഒരു 2,893 കോടി രൂപ. ഏറ്റവും രൂക്ഷമായ വിലക്കയറ്റം നിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് 6,000 കോടി രൂപ ട്രഷറിയിലുണ്ട്. ഇനി നിങ്ങളെടുത്ത് ചെലവാക്കിക്കോ എന്ന് പറയുന്ന നിങ്ങൾ എന്തേ അത് കൊടുക്കാതെ പോയത്? 2,893 കോടി രൂപ ഇവിടെ വിലക്കയറ്റം നിയന്ത്രിക്കേണ്ട സർക്കാരിന്റെ ഏജൻസിയാണ്, മാർക്കറ്റ് ഇന്റർവെൻഷൻ നടത്തേണ്ട ഏജൻസിയാണ്. നിങ്ങൾ അവർക്ക് കൊടുത്തോ? എന്തിനാണ് ആ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് കൊടുക്കാനുണ്ട് 476 കോടി ഇല്ലേ?
ഇവിടെ ടൈപ്പ് 1 ഡയബറ്റീസ് ഉള്ള പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് ക്വാളിറ്റി ഇല്ലാത്ത മരുന്ന് വിതരണം നടത്തി നല്ല മരുന്ന് കിട്ടാൻ വേണ്ടി ആ കുഞ്ഞുങ്ങളെ കാത്തിരിക്കുക. അവർക്ക് നല്ല മരുന്ന് വിതരണം നടത്താൻ വേണ്ടി നിങ്ങൾക്ക് കൊടുക്കാമായിരുന്നല്ലേ ഈ പൈസ? കൊടുത്തില്ലല്ലോ, കൊടുത്തില്ല. 476 കോടി രൂപയാണ് അവർക്ക് കൊടുക്കാനുള്ളത്. ഞാനിപ്പോ കുറച്ച് സ്കീംസ് മാത്രമാണ് പറഞ്ഞത്. പാവപ്പെട്ടവർക്ക് കൊടുക്കാനുള്ള കാരുണ്യ സ്കീംസിൽ 2017 കോടിയുണ്ട്. നിരവധിയായിട്ടുള്ള ബാധ്യതകൾ. ഇപ്പോൾ ഇമ്മീഡിയറ്റ് ലയബിലിറ്റീസ് മാത്രമാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ടൊരു കഥ ഉണ്ടാക്കുക, എന്നിട്ട് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുക. 6000 കോടി ബാക്കി വെച്ചിട്ട് പോയിരിക്കുക. 16-ാം തീയതി നമ്മൾ അധികാരത്തിലേക്കുമ്പോ 2000 കോടിയാണ്. ഞാൻ ഇതിനെ കുറിച്ച് എല്ലാ ഡീറ്റെയിൽ ഈ വൈറ്റ് പേപ്പറിൽ എഴുതിയിട്ടുണ്ട്. ട്രഷറി ബാലൻസിനെ കുറിച്ചും ട്രഷറി ബാലൻസിന്റെ സിസ്റ്റത്തെ കുറിച്ചും. അത് ഓരോ സമയത്ത് ചിലപ്പോൾ പൈസ വരും, ഓരോ സമയത്ത് പൈസ വരും. പക്ഷേ നമ്മുടെ ലയബിലിറ്റീസ് അവിടെ നിൽക്കുകയാണ്. മനസ്സിലായില്ലേ? ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരൻ 50,000 രൂപ പോക്കറ്റിൽ വെച്ചിട്ട് നമ്മളോട് പറയാണ്, കണ്ട ശമ്പളം കംപ്ലീറ്റ് എന്റെ പോക്കറ്റിലുണ്ടെന്ന്. ഭാര്യയോടെ ഒന്ന് പറയാണ്, ഭാര്യയോട് എന്റെ പോക്കറ്റിലുണ്ട്, ഞാൻ ഒരു പൈസ ചെലവാക്കിയിട്ടില്ല. കൊടുക്കാനുള്ള കടക്കാർ വാഴക്ക് നിൽക്കുകയാണ്. വാതിൽ തുറന്ന പത്രക്കാരനും പാലുകാരനും പലചരക്കടക്കാരനും ഇറച്ചി മേടിച്ചവരും മീൻ മേടിച്ച കൊണ്ടുവന്ന പാവപ്പെട്ട സ്ത്രീയൊക്കെ പുറത്തു നിൽക്കുകയാണ്. എന്നിട്ട് വാതിലടച്ചിട്ട് അകത്ത് നിന്ന് ഭാര്യയോട് പറയാ, 50,000 രൂപ ഞാൻ അതുപോലെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയാം. ഇതല്ലേ നടന്നത്? ഞാനത് പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാകാനാ. എന്നോട് ഒരുപാട് പേര് ചോദിക്കുക, സാറിന് നല്ല സുഖമായല്ലോ. ഞാൻ ചിന്തായി, അല്ല ധനകാര്യ വകുപ്പല്ലേ? അതെ. ആ പഴയ മന്ത്രി 6000 കോടി ബാക്കി വെച്ചിട്ടല്ലേ പോയേക്കണത്. അടിച്ചു പൊളിക്കാമല്ലോ അത്. അപ്പൊ അവരോടാണ് എന്നോട് ചോദ്യം ചോദിച്ച അവരോടാണ് ഞാൻ ഈ ഒരു ജീവനക്കാരൻ, ശമ്പളം കിട്ടിയ ജീവനക്കാരന്റെ കഥ പറഞ്ഞത്. ഇപ്പൊ മനസ്സിലായല്ലോ, കാര്യം മനസ്സിലായില്ല. ഇതാണ് സാമ്പത്തിക അവസ്ഥ. സാർ, ഇതിന് മാറ്റമുണ്ടാകണം.